Hi everyone, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 9th ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ലെസൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, ഫ്രഞ്ച് സൊസൈറ്റി, ഈ ഒരു 8 മൊഡ്യൂൾസ് ആണ് നമ്മൾ ഈ എൻറ്റയർ ലെസണിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ പീപ്പിൾ മൊമെന്റ്സ് ബ്രിങ് എ നോട്ടീസബിൾ ചേഞ്ച് ഇൻ എനി സിറ്റുവേഷൻ. ആളുകളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ആളുകളുടെ പ്രവർത്തനങ്ങൾ മൂലം സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ചേഞ്ച് കൊണ്ടുവരുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ധാരാളം ടൈപ്പ് ഓഫ് റെവല്യൂഷൻസ് നടന്നിട്ടുണ്ട്. സോ അതിൽ ഒരു റെവല്യൂഷനാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. സോ ഫ്രഞ്ച് റെവല്യൂഷൻ വാസ് ദ പീരീഡ് ഓഫ് സോഷ്യൽ പൊളിറ്റിക്കൽ upheaval, means disturbance in the France and its colonies begin in 1989 and ending in 1799. ഓക്കെ, ഞാൻ 1989 എന്നാണ് പറഞ്ഞത്, 1789 ആണ്. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ മീൻസ് ഫ്രാൻസിലെ സോഷ്യലും പൊളിറ്റിക്കലുമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു റവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ. അത് നടന്നത് 1789 തൊട്ട് 1799 വരെയാണ് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത്. സോ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാണെങ്കിൽ യൂറോപ്പിലായിട്ടാണ് ഫ്രാൻസ് വരുന്നത്. ഓക്കെ, സോ ഇതില് നമ്മുടെ കിങ്ങിന്റെ പേരാണ് ലൂയിസ് 16. ലൂയിസ് 16 ആയിരുന്നു 1774, മീൻസ് 1774 ലൂയിസ് 16 ആയിരുന്നു ഫ്രാൻസിന്റെ കിങ്. ഹി വാസ് ഓൺലി 20 years old. അത്രയും കണ്ടാണ് അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഹെൽപ് അമേരിക്ക ഗെയിൻ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ്. ബ്രിട്ടീഷിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടാനായിട്ട് ലൂയിസ് 16 ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലൂയിസ് 16 കിങ് ആയിരുന്നപ്പോൾ ഉള്ള ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഇതെപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. വൈ ദ ട്രഷറി ഗോട്ട് എംപ്റ്റി? എന്തുകൊണ്ട് ഖജനാവിൽ പൈസ ഉണ്ടായില്ല, അല്ലെങ്കിൽ മീൻസ് രാജ്യത്തിൽ യൂസ് ചെയ്യാനായിട്ടുള്ള പൈസ അല്ലെങ്കിൽ ട്രഷറിയിൽ ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ ദ ഫസ്റ്റ് റീസൺ ഈസ് ലോങ് ഇയേഴ്സ് ഓഫ് വാർ ബ്രിട്ടനായിട്ട് കുറേ വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്തില്ല, ലൂയിസ് 16 മീൻസ് നമ്മുടെ ഫ്രാൻസിന്റെ കൺട്രിയിൽ ട്രഷറി എംപ്റ്റി ആണ്. അതുപോലെ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ദ കോർട്ട് ഇൻ പാലസ് ഓഫ് വേഴ്സൈൽസ്, മീൻസ് കോർട്ടിന്റെ മെയിൻ്റെനൻസ്, ആർമി മെയിൻ്റെനൻസ്, ഇതിനൊക്കെ ഉള്ള ഫണ്ടും കാരണം നമ്മുടെ ലൂയിസ് 16 കിങ് ആയിരുന്നപ്പോൾ ട്രഷറി എംപ്റ്റി ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് റീസൺസും ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമ്മുടെ ഫ്രഞ്ച് സൊസൈറ്റി ഡ്യൂറിങ് ലേറ്റ് 18th സെഞ്ചുറി. സോ ലേറ്റ് 18th സെഞ്ചുറിയിൽ പിന്നെ ഈ ഒരു ഇവിടെ പറയുന്നത് ലൂയിസ് 16ന്റെ വൈഫ് ഉണ്ട്, മേരി ആന്റോണിറ്റി ആണ്, ഫ്രം ഓസ്ട്രിയ. ആ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി ആ ഒരു മൊഡ്യൂളിൽ അവിടെ പറയുന്നുണ്ട്. സോ ആ ഒരു മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ വൈ ദ ട്രഷറി വാസ് എംപ്റ്റി, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതാണ് ആ ഒരു ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ പോർഷൻ ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സൊസൈറ്റി ഡ്യൂറിങ് ദ ലേറ്റ് 18th സെഞ്ചുറി. 18th സെഞ്ചുറി മീൻസ് ദ വാർ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിത്ത് ആഡഡ് എ ബില്യൺ ലിവേഴ്സ്, മീൻസ് അവിടുത്തെ കറൻസിയാണ്. ലെൻഡേഴ്സ് ഹു ഗീവ് മണി ഓൺ ക്രെഡിറ്റ് സ്റ്റാർട്ടഡ് ചാർജിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടിൽ ലെൻഡേഴ്സ് ഇൻട്രസ്റ്റ് വാങ്ങിക്കാൻ തുടങ്ങി. ഗവൺമെന്റ് വാസ് ഫോഴ്സ് ടു ഇൻക്രീസ് ടാക്സ്. അതുകൊണ്ട് തന്നെ ഇത്രയും പൈസ തിരിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ടാക്സ് കൂട്ടി. സോ എന്തുകൊണ്ടാണ് ഫ്രഞ്ച് സൊസൈറ്റി എങ്ങനെയായിരുന്നു? ബ്രിട്ടനായിട്ടുള്ള വാർ ഉണ്ടായത് കൊണ്ട് തന്നെ ബില്യൺ ലിവേഴ്സ് അവർക്ക് ആഡഡ് എ ബില്യൺ ലിവേഴ്സ്. ആൻഡ് ലെൻഡേഴ്സ് എന്ത് ചെയ്തു? ചാർജ് ഇൻട്രസ്റ്റ് വേണമെന്ന രീതിക്ക് അവർ പറഞ്ഞു. അതുപോലെ തന്നെ ഗവൺമെന്റ് ടാക്സ് ഇൻക്രീസ് ചെയ്തു. ഇനി ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഡിവിഷൻ ഉണ്ട്. അതിൽ 3 കാറ്റഗറിയാണ്: ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റിൽ ഓൺലി ടാക്സ് പേയേഴ്സ് ഇൻ ദ കൺട്രി. തേർഡ് എസ്റ്റേറ്റുകാരാണ് ടാക്സ് കൊടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫ്യൂഡൽ സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലർജികളായിരുന്നു, ദ പീപ്പിൾ ഹു വർക്ക് ഇൻ ചർച്ച്. ഓക്കെ, സെക്കൻഡ് എസ്റ്റേറ്റ്സ് മീൻസ് നോബൽ പീപ്പിൾ, മീൻസ് കിങ്, ക്വീൻ, അതുപോലെ തന്നെ പ്രിൻസ് ഓഫ് റോയൽ ബ്ലഡ്, പിന്നെ ഡ്യൂക്സ്, മർക്സ്, കൗണ്ട്, വിസ്കൗണ്ട്സ്, ബാർക്കോൺസ്, നൈറ്റ്സ് ആൻഡ് നോബൽസ് ഓഫ്
റോ അത്ര ആൾക്കാരായിരുന്നു നോബൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടത്. പിന്നെ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എവരിവൺ എൽസ്, ബാക്കിയുള്ള എല്ലാവരും, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ബിസിനസ്മാൻ, മെർച്ചൻസ്, സോൾജിയേഴ്സ്, ക്രാഫ്റ്റ്മാൻ, ഷോപ്പ് കീപ്പേഴ്സ്, പെസൻസ്, ഇവരെല്ലാവരും. അപ്പൊ ഫസ്റ്റ് 2 എസ്റ്റേറ്റുകാർക്ക് ടാക്സ് ഇല്ല. തേർഡ് എസ്റ്റേറ്റ് ആണ് എല്ലാ ടാക്സും കൊടുക്കേണ്ടത്. ഇവർ ഫോഴ്സ് ടു വർക്ക് ഇൻ ഹൗസ് ഓഫ് നോബൽസിന്റെ വീട്ടിൽ വർക്ക് ചെയ്യണമായിരുന്നു. സെർവ് ദ ആർമിയിൽ സെർവ് ചെയ്യണം. അതുപോലെ തന്നെ ദേ വോണ്ട് ടു ബിൽഡ് ദ റോഡ് ആൻഡ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തേർഡ് എസ്റ്റേറ്റുകാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഹൗ ഡിഡ് ദ ചർച്ച് ടേക്ക് ദ ടാക്സ്? അപ്പോൾ ചർച്ചുകൾ ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. സോ ദ ചർച്ച് കളക്ട് ദ ടിത്ത് ഫ്രം ദ തേർഡ് എസ്റ്റേറ്റ് പീപ്പിൾ. ടിത്ത് എന്ന് പറയുന്ന ഒരു ടാക്സ് തേർഡ് എസ്റ്റേറ്റിന്റെ വാങ്ങിക്കാൻ തുടങ്ങി. സെക്കൻഡ് വൺ, ഡയറക്റ്റ് ടാക്സ് വർ കോൾഡ് ടെയിൽസ്. ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ടാക്സ് ആണ് ടെയിൽസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സുകൾ വാങ്ങിക്കാൻ തുടങ്ങി. ആർ ലേവ് ഓൺ തിങ്സ് ഓഫ് യൂസ് ലൈക്ക് സോൾട്ട്, അതിനൊക്കെ പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് വാങ്ങിക്കാൻ തുടങ്ങി. ഇനി നമ്മുടെ ഫ്രാൻസിൽ ഒരു സബ്സിസ്റ്റൻസ് ക്രൈസിസ് സംഭവിച്ചിട്ടുണ്ട്. അതെപ്പോഴാന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി. പോപ്പുലേഷൻ കൂടിയപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടിയില്ല. അപ്പോൾ ഫുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങി? മോർ ദാൻ സപ്ലൈ. ഉണ്ടാക്കുന്നതിലും കൂടുതൽ, മീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും കൂടുതൽ ആളുകൾക്ക് ഫുഡിന്റെ ആവശ്യം വേണ്ടി വരും. സോ ഫുഡിന്റെ പ്രൈസ് അവരെന്ത് ചെയ്തു? ഗവൺമെന്റ് ഫുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ വേജസ് ആൻഡ് ഇൻകം ഓഫ് ദ കോമൺ, അതുപോലെ വേജസും, മീൻസ് ആളുകൾക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ ഒന്നും കൂട്ടിയിട്ടില്ല. സോ പുവർ പീപ്പിൾ കുഡ് നോട്ട് ബൈ ഫുഡ് ആൻഡ് അതർ ഫുഡൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ലായിരുന്നു പുവർ പീപ്പിൾ. സോ ആളുകൾ സ്റ്റാർവേഷൻ മൂലം മരിക്കാൻ തുടങ്ങി. ദ സിറ്റുവേഷൻ ഗോട്ട് വേഴ്സ് ആൻഡ് ദ ക്രോപ്പ് ഫെയിൽഡ്. അതുപോലെ തന്നെ ആ സെയിം ടൈമിൽ ഡ്രൗട്ട്, വരൾച്ചയും മഞ്ഞും ഒക്കെ കാരണം, ഹെയിലും ഒക്കെ കാരണം ക്രോപ്പും നശിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊരു സബ്സിസ്റ്റന്റ് ക്രൈസ്, ഫ്രാൻസിൽ സംഭവിച്ച ഒരു സബ്സിസ്റ്റന്റ് ക്രൈസ് ആണ്. എന്തൊക്കെയാണ് റീസൺ? പോപ്പുലേഷൻ കൂടി, അപ്പൊ അഗ്രികൾച്ചർ സപ്ലൈ കൂടിയില്ല. സോ ആളുകൾക്ക് ഫുഡ് കൂടുതൽ വേണ്ടി വന്നു ദാൻ ദ സപ്ലൈ. അതുപോലെ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ് കൂട്ടി ഗവൺമെന്റ്. വേജസോ ഇൻകമോ ആരും കൂട്ടിയതുമില്ല. സോ പുവർ പീപ്പിളിന് ഫുഡ് വാങ്ങിക്കാൻ പറ്റിയില്ല. സോ ദേ വെന്റ് ടു സ്റ്റാർവേഷൻ. ആ സെയിം ടൈമിൽ ഡ്രൗട്ടും ഹെയിലും വന്നിട്ട് ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായി. അത് സിറ്റുവേഷൻ കുറച്ചും കൂടി വേഴ്സ് ആക്കി. Okay, bad harvest, scarcity of grain, rising food price, poor people വാങ്ങിക്കാൻ പറ്റില്ല. സോ ഫുഡ് ചീത്താകാൻ തുടങ്ങി. വീക്കർ ബോഡീസ്, സോ ഡിസീസ് എപ്പിഡമിക് സ്റ്റാർട്ട് ചെയ്തു. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഡെത്ത്. സോ 1715 23 മില്യൺ ആയിരുന്നു. 1789 28 മില്യൺ. സോ ദ ടോട്ടൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5 മില്യൺ ആണ് ആ ഒരു പീരീഡിന്റെ ഇടക്ക് ഉള്ള പോപ്പുലേഷൻ. സോ did the French people revolt in past? Yes, they did. But only the third estate people were active. Third estate മാത്രമായിരുന്നു അതിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. സോ തേർഡ് എസ്റ്റേറ്റ് ഡിഡ് നോട്ട് ഹാവ് പ്രോപ്പർ ലീഡർഷിപ്സ് ആൻഡ് റിസോഴ്സസ്. അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു ലീഡറോ അതുപോലെ തന്നെ റിവോൾട്ട് നടത്താനുള്ള റിസോഴ്സുകളോ അവർക്ക് ഉണ്ടായിരുന്നില്ല. സോ ദ ന്യൂ ചേഞ്ചസ് ഇൻ 18th സെഞ്ചുറി. 18th സെഞ്ചുറിയിലെ പുതിയ ചേഞ്ചുകളാണ്. മിഡിൽ ക്ലാസ് ഇവോൾവ് ഡ്യൂറിങ് ദിസ് പീരീഡ്. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന കുറച്ച് ആളുകൾ ആ ഒരു പീരീഡ് ആയപ്പോൾ ഇവോൾവ് ആവാൻ തുടങ്ങി. സെക്കൻഡ്, പീപ്പിൾ ഫ്രം തേർഡ് എസ്റ്റേറ്റ് ഏൺ മണി ത്രൂ മാനുഫാക്ചറിങ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. തേർഡ് എസ്റ്റേറ്റ് ആളുകളും മണി എൻ ചെയ്യാൻ തുടങ്ങി. സം പീപ്പിൾ വെർ ഓൾസോ ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ് ഒക്കെ ആയിരുന്നു. ദീസ് പീപ്പിൾ ഹാവ് സ്പെസിഫിക് ഐഡിയോളജി. അതുപോലെ തന്നെ അവർക്കൊരു പ്രത്യേക ഐഡിയോളജിയും, കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് വ്യക്തമായ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഒരു ലീഡേഴ്സ് ആയിട്ട് ധാരാളം ആളുകൾ വന്നു. സോ ആൻ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്. സോ മിഡിൽ ക്ലാസ് ഫെൽ ദാറ്റ് നോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷുഡ് ഹാവ് ദ പ്രിവിലേജ് ബൈ ബർത്ത്. ബർത്തിന്റെ പേരിൽ ആരും പ്രിവിലേജ്ഡ് കാണിക്കരുത്. ആൻഡ് എ പേഴ്സൺ സോഷ്യൽ പൊസിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഇറ്റ്സ് മെറിറ്റ്. അയാളുടെ എഡ്യൂക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് സോഷ്യൽ പൊസിഷൻ അളക്കേണ്ടതെന്ന് പറഞ്ഞു. സോ ദേ വോണ്ട് ദ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഫ്രീഡം, ഈക്വൽ ലോ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളായിരുന്നു ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടത്. ഫ്രീഡം, എല്ലാവരും, ഈക്വൽ ലോ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. ദെൻ ആ ഒരു ടൈമിൽ ഇവോൾവ് ആയി വന്ന 3 ലീഡേഴ്സ് ആണ് ജോൺ ലോക്സ്, ജീൻ ജാക്വസ് റോസോ, മോണ്ടെസ്ക്യൂ. സോ ജോൺ ലോക്സ് എന്ന് പറഞ്ഞാൽ ഹി റിഫ്ലെക്റ്റഡ് ദ റൈറ്റ് ടു മൊണാർക്കിന്റെ മൊണാർക്കിന്റെ വേണ്ടാത്ത റൂൾസിനും മീൻസ് അതിനെതിരെ പ്രവർത്തിച്ച ഒരാളാണ് ജോൺ ലോക്സ്. ജീൻ റൂസോ, ഹി സെഡ് ദ ഗവൺമെന്റ് ഷുഡ് ബി എ കോൺട്രാക്ട് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ റൂളേഴ്സ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ കോൺട്രാക്ട് ബിറ്റ്വീൻ പീപ്പിളും റൂളേഴ്സും നമ്മളൊരു കോൺട്രാക്റ്റിന് അനുസരിച്ച്. ദെൻ മോണ്ടെസ്ക്യൂ പറഞ്ഞു ഡിവിഷൻ ഓഫ് പവർ ഉണ്ടാവണം,
ഒരു കൺട്രിയിൽ, ബേസ്ഡ് ഓൺ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പൊ ഈ 3 പേരും പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മളതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് നോക്കി വായിക്കാം. Then, outbreak of French Revolution. Outbreak of French Revolution നമ്മുടെ തേർഡ് ടോപ്പിക് ആയിട്ടാണ് വരുന്നത്. സോ in 5th May 1789 കിങ് ലൂയിസ് കോൾ ദ അസംബ്ലി ഓഫ് ജനറൽ എസ്റ്റേറ്റ്. എല്ലാ എസ്റ്റേറ്റിൽ നിന്നും ആളുകൾ വരാൻ പറഞ്ഞു ടു ഡിസ്കസ് ദ ന്യൂ ടാക്സസ്. ടാക്സസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. സോ 300 റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു ഫ്രം ഫസ്റ്റ് എസ്റ്റേറ്റ്. സെക്കൻഡ് എസ്റ്റേറ്റിൽ നിന്ന് 300 പീപ്പിൾ ആൻഡ് തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് 600 പീപ്പിൾ ഉണ്ടായിരുന്നു. പെസൻസ്, ആർട്ടീഷ്യൻസ് ആൻഡ് മൂവ്മെന്റ്സ് were not allowed to entry. അവരാരും കയറ്റിയില്ല. ഓക്കെ, they sent 40,000 ലെറ്റേഴ്സ് ത്രൂ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ 40,000 ലെറ്റേഴ്സ് ഈ റെപ്രസെൻറ്റേറ്റീവ്സിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. സോ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? Voting has to be taken place at each state and had one vote. ഇപ്പോൾ വോട്ടിംഗ് has to be take place and each state has one vote. എല്ലാ സ്റ്റേറ്റിനും 1 വോട്ടാണ് ഉള്ളത്. The members in third estate demanded every member should have 1 vote. Third സ്റ്റേറ്റിൽ എല്ലാവർക്കും 1 vote. Then king rejected their demand and third estate representatives walked out and protested. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കിങ്ങിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തേർഡ് എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു? തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് വന്ന് ആ റെപ്രസെൻറ്റേറ്റീവുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി, മീൻസ് ആ ഒരു മീറ്റിങ്ങിൽ നിന്ന്, അസംബ്ലി മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. സോ on June 20, 1789, representative of the third estate അവരെല്ലാവരും കൂടി വെർസൈൽസ് എന്നൊരു സ്ഥലത്ത് ഒരു നാഷണൽ അസംബ്ലി പോലെ കൂടി. ആൻഡ് ദേ വാണ്ടഡ് ടു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രാൻസിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? കിങ്ങിന്റെ പവേഴ്സ് ലിമിറ്റ് ചെയ്യുക. So while the assembly went out, the entire France was in turmoil. Means ഭയങ്കര ഒരു ബാഡ് വെതറും കണ്ടീഷനും ഒക്കെ ആയിരുന്നു ആ സമയത്ത്. When people did not get food, angry women barged into shops. മീൻസ് ആ ടൈമിൽ ഫുഡ് ഒന്നും കിട്ടാതെ ആയതുകൊണ്ട് വിമനിന്, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കേണ്ടതായത് അവർ ആംഗ്രി ആയിട്ട് ഷോപ്സിലോട്ടൊക്കെ ഇടിച്ചു കയറാൻ തുടങ്ങി. സോ കിങ് ഓർഡർ ദ ട്രൂപ്സ് ടു മൂവ് ടു പാരീസ്. അപ്പൊ അതിന്റെ ആർമിയോട് പാരീസിലോട്ട് മൂവ് ചെയ്യാനായിട്ട് കിങ് പറഞ്ഞു. സോ ദ ആംഗ്രി ക്രൗഡ്, ഇപ്പൊ നമ്മുടെ ക്രൗഡ് ആംഗ്രി ആയിട്ട് നിൽക്കണേണ്. സോ ദ ആംഗ്രി crowd destroyed the Bastille. ബാസ്റ്റൈൽ എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി ലെസൺ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നതാണ്. ബാസ്റ്റൈലില് ഉള്ളൊരു ഇൻസിഡന്റ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ ആ ലെസൺ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തി. മീൻസ് ആംഗ്രി ക്രൗഡ് എന്ത് ചെയ്തു? ബാസ്റ്റൈൽ എന്ന് പറയുന്ന സംഭവം കത്തിച്ചു. There were many rumors in the rural areas that the king had sent people to destroy the crops. Due to the fear of crops get destroyed, the rural people attacked the king's castle. So people destroyed the documents in castle and took all the grains from the castle. A lot of nobles fled from their homes, even neighboring countries. കുറെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാനും ശ്രമിച്ചു. ഇനി ലൂയിസ് 16 gave up and recognized the National Assembly. So ലൂയിസ് 16 മതിയായി. കാരണം എന്താണ്? സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആയിട്ടാണ് പോണെന്ന് മനസ്സിലായി. നാഷണൽ അസംബ്ലി ആയിട്ട് അഗ്രി ചെയ്യുമെന്ന് പറഞ്ഞു. So the king accepted the new constitution and agreed to limit his powers. അദ്ദേഹത്തിന്റെ പവേഴ്സ് കുറക്കാമെന്നും അഗ്രി ചെയ്തു. So the feudal system of obligation and taxes were abolished. Third estate benefit. അപ്പോൾ ഫ്യൂഡൽ സിസ്റ്റം ഇതിൽ ചേഞ്ചസ് വരുത്തി, അതുപോലെ ടാക്സുകൾ കുറച്ചു. അപ്പൊ തേർഡ് എസ്റ്റേറ്റിന് അതൊരു ബെനിഫിറ്റ് ആയി. ദ ഫസ്റ്റ് എസ്റ്റേറ്റ് വർ ഓൾസോ ഫോഴ്സ് ടു ഗീവ് അപ്പ് ദെയർ പ്രിവിലേജസ്. ഫസ്റ്റ് എസ്റ്റേറ്റും അവരുടെ മീൻസ് അവരുടെ പ്രിവിലേജുകളും എടുത്തു കളഞ്ഞു. ആൻഡ് ടിക് മീൻസ് ടാക്സ് ടേക്കൺ ബൈ ദ ചർച്ച്, അത് അബോളിഷ് ചെയ്തു. ലാൻഡ് ഓൺ ബൈ ദ ചർച്ച് വാസ് ടേക്കൺ ആൻഡ് സോൾഡ്. ഗവൺമെന്റ് ടേൺ 2 billion ലിവേഴ്സ്. മീൻസ് ലാൻഡ് ഓൺ ബൈ ചർച്ച് ഓൺ ചെയ്ത സ്ഥലങ്ങൾ സോൾവ് ചെയ്തു ഗവൺമെന്റ്. ആൻഡ് ഇറ്റ് ഏൺഡ് അറൌണ്ട് 2 billion ലിവേഴ്സ് ഗവൺമെന്റിന് കിട്ടി. സോ ദ ഫ്രാൻസ് ബിക്കം എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഇപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ ദ നാഷണൽ അസംബ്ലി വാസ് ഡ്രാഫ്റ്റഡ് ഇൻ 1791 അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്. സോ അത് കാരണം കിങ്ങിന്റെ പവേഴ്സ് കുറഞ്ഞു. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫ്രാൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ, കിങ്ങിന്റെ പവർ കുറഞ്ഞു. ആൻഡ് ദ പവർ ഇസ് ഡിവൈഡഡ് ഇൻ ടു ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. ഇതാണ് അവിടെ സംഭവിച്ചത്. So there are 2 citizens, that is active and passive citizens ഉണ്ടെന്നാണ് പറയുന്നത്. So men above 25 years old, അതുപോലെ തന്നെ ഹയസ്റ്റ് ബ്രേസ് ഓഫ് ടാക്സ് പേയേഴ്സ്, അവരായിരിക്കും ഹയസ്റ്റ് ടാക്സ് പേയേഴ്സ്. Then passive citizen ആണ് എല്ലാ വുമനും. And men who paid less than and all youth less than 25 years. മീൻസ് ഹയസ്റ്റ് ടാക്സ് കൊടുക്കാത്തതും 25 വയസ്സിന് അടിയിലുള്ള എല്ലാവരും,
മീൻസ് പാസീവ് സിറ്റിസൺസ് ആയിട്ടും കൺസിഡർ ചെയ്യും. സോ ദ പൊളിറ്റിക്കൽ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1791 ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. ലെജിസ്ലേറ്റീവില് നാഷണൽ അസംബ്ലി ഉണ്ട്, അതിൽ 745 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ എലക്റ്റഡ് ബൈ വോട്ടേഴ്സ് ആയിട്ടുള്ള 50,000 മെൻസ് ആർ ഓൺലി. അവരാണ് ആക്റ്റീവ് സിറ്റിസൺസ് ആയിട്ടുള്ളത്. പിന്നെ കിങ്, ദ മിനിസ്റ്റർ ഓഫ് കിങ് ആണ് എക്സിക്യൂട്ടീവ്. ജുഡീഷ്യറി മീൻസ് ദ ജഡ്ജ്. സോ ദ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺസ് എന്തൊക്കെയാണ് പറഞ്ഞത് ആ ഒരു ഇതില്. റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഫ്രീഡം ആൻഡ് സ്പീച്ച്, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ. ഈ പറഞ്ഞ ഡിക്ലറേഷൻസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായത്, റൈറ്റ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺ. ദെൻ ആ ടൈമിൽ ധാരാളം പൊളിറ്റിക്കൽ സിമ്പിൾസ് വന്നിരുന്നു. ഫസ്റ്റ് ഒരു മീൻസ് നമ്മുടെ കയ്യിൽ ഇടുന്ന വിലങ്ങ് പോലെ തന്നെ സിമ്പിൾ ഓഫ് ബിക്കമിങ് ഫ്രീ, അത് ബ്രേക്ക് ചെയ്തിരിക്കണല്ലേ. സോ ഇറ്റ് ഈസ് സിമ്പിൾ ഓഫ് ബിക്കമിങ് ഫ്രീ. ദെൻ ഇത് എല്ലാവരും കൂടി ചേർത്ത് കെട്ടിയിരിക്കുക, മീൻസ് ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് യൂണിറ്റി. ദെൻ ഒരു പാമ്പ് അതിന്റെ വാല് തന്നെ വിഴുങ്ങുന്നു, ഇറ്റ് ഈസ് ദ സിമ്പിൾ ഓഫ് എറ്റേണിറ്റി. ദെൻ ഇത് ഒരു റോയൽ പവർ ആയിട്ടാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. ദെൻ ഈ ഒരു രണ്ട് മീൻസ് പില്ലേഴ്സ്, കല്ലുകൾ പോലത്തെ സംഭവം. സിമ്പിൾ ഓഫ് ലോ ബീങ് സെയിം ഫോർ ഓൾ, മീൻസ് എല്ലാവർക്കും ലോ സെയിം ആണ്. ദെൻ ഈ ഒരു റെഡ് ഹാറ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ഹാറ്റ് എന്ത് സിംബലൈസ് ചെയ്യുന്നു? സിമ്പിൾസ് ഓഫ് സ്ലേവ്സ് ബിക്കമിങ് ഫ്രീ. ദെൻ ഈ ഒരു മാലാക, സിമ്പിൾ ഓഫ് ലോ. ദെൻ ഇത് നാഷണൽ സിമ്പിൾ ഓഫ് നാഷണൽ കളേഴ്സ് ഓഫ് ഫ്രാൻസ്, റെഡ് ബ്ലൂ ഒക്കെയാണ് നാഷണൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു 3 ടോപ്പിക് ഇപ്പോൾ ഇവിടെ കവർ ചെയ്തു. ഇനി നമുക്ക് 4th ടോപ്പിക് ആണ് നോക്കുന്നത്. ഫ്രാൻസ് അബോളിഷ് മൊണാർക്കി ആൻഡ് ബിക്കം റിപ്പബ്ലിക്. ഓക്കെ, സോ ഫ്രാൻസ് മൊണാർക്കി അബോളിഷ് ചെയ്തിട്ട് എങ്ങനെയാണ് റിപ്പബ്ലിക് ആയത്? സോ ലൂയിസ് 16 സൈൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് വാസ് ഇൻവോൾവ് ഇൻ സീക്രട്ട് നെഗോസിയേഷൻ വിത്ത് റഷ്യ. റഷ്യ എന്ന കൺട്രി ആയിട്ട് ഒരു സീക്രട്ട് നെഗോസിയേഷൻ അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. കിങ് വാണ്ടഡ് ദ നൈബറിംഗ് കൺട്രീസ് ടു ഹെൽപ്പ് ഹിം ടു ഗെയിൻ ദ പവർ. കിങ്ങിന്റെ പഴയ പവർ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിങ്ങിന് ബാക്കിയുള്ള നൈബറിംഗ് കൺട്രീസിന് സപ്പോർട്ട് വേണമായിരുന്നു. ഓൾ ദ നൈബറിംഗ് കിങ്സ് വർ പ്ലാനിങ് ടു സെൻഡ് കമ്പൈൻഡ് ആർമി ടു റീഇൻസ്റ്റേറ്റ് മൊണാർക്കി ബാക്ക് ഇൻ ഫ്രാൻസ്. അപ്പൊ എല്ലാ നൈബറിംഗ് കിങ്സും എന്ത് ചെയ്തു? അവരുടെ ആർമിയിൽ നിന്ന് കുറച്ച് ആളുകളെ അങ്ങോട്ട് അയച്ചിട്ട് അവിടെ തിരിച്ച് മൊണാർക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. So, in 1972, National Assembly declared war against Prussia and Austria. ഓസ്ട്രിയക്കും പ്രഷ്യക്കും എതിരെ നാഷണൽ അസംബ്ലി ഒരു വാർ തീരുമാനിച്ചു, ഡിക്ലെയർ ചെയ്തു. തൗസൻഡ്സ് ഓഫ് വോളണ്ടിയേഴ്സ് കെയിം അപ്പ് ടു ജോയിൻ ദ ആർമി. 1000ഓളം ആളുകൾ ആർമിയിൽ ജോയിൻ ചെയ്തു. ആൻഡ് ദ വോളണ്ടിയേഴ്സ് ഫ്രം മർസൈൽ സാങ് എ പാട്രിയോട്ടിക് സോങ് നൗ ഫ്രം നാഷണൽ ആന്തം ഓഫ് ഫ്രാൻസ്. അതിൽ നിന്ന് ഒരു അവരുടെ ഒരു നാഷണൽ ആന്തം പാടി. ആൻഡ് പീപ്പിൾ സോ ഇറ്റ് ഇസ് എ വാർ ഓഫ് കോമൺ പീപ്പിൾ അഗെയിൻസ്റ്റ് മൊണാർക്കി. കോമൺ പീപ്പിൾ വേഴ്സസ് മൊണാർക്കി എന്നുള്ള രീതിക്കുള്ള വാർ ആയിരുന്നു അവിടെ നടന്നത്. ഇനി ദ ഒപ്പീനിയൻ അബൌട്ട് ദ റെവല്യൂഷണറി വാർസ്. ദ വാർസ് ബ്രോട്ട് എക്കോണമിക് ഡിഫിക്കൽട്ടീസ്. ധാരാളം എക്കോണമിക് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് കൊണ്ടുവന്നു. മെൻ വർ ഫൈറ്റിംഗ് ആസ് സോൾജേഴ്സ്, സോ ദ വുമൻസ് ഹാഡ് ടു ഏൺ മണി ആൻഡ് ലുക്ക് ബാക്ക് ദ family. So large poor people were not happy with the outcome of war. കുറെ ആളുകളൊന്നും വാർ വെച്ചിട്ട് ഹാപ്പി അല്ലായിരുന്നു. വൈ മീൻസ് ഒരു പർട്ടിക്കുലർ ആളുകളുടെ വ്യൂ എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ നടന്നിട്ടുണ്ട് ആൻഡ് ദർ ഷുഡ് ബി പീസ് നൗ. ഇപ്പൊ വേണ്ടത് പീസ് ആണ്. ചില ആളുകളുടെ വ്യൂവില് റെവല്യൂഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. ഇതുവരെ നമുക്ക് റെവല്യൂഷൻ, നമ്മൾ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടില്ല. ഇവരുടെ ഒപ്പീനിയനിൽ ഓക്കെ നമ്മൾ എന്ത് കൊണ്ടുവന്നു? മൊണാർക്കി മാറ്റിയിട്ട് അവിടെ ഒരു റിപ്പബ്ലിക് ആയിട്ടുള്ള കൺട്രി ആക്കിയെന്നായിരുന്നു ഇവരുടെ ഒരു വ്യൂ. ബട്ട് ഇവരുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇൻകംപ്ലീറ്റ് ആണ്. കാരണം നമുക്ക് വലിയൊരു ചേഞ്ച് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. സോ എവറി വൺ ഈസ് നോട്ട് ഗെറ്റിംഗ് ദ ഈക്വൽ പവർ. സോ അതായിരുന്നു സെക്കൻഡ് ആളുകളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ വ്യൂ. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് ഡിബേറ്റിംഗ് ഇഷ്യൂസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. പല പല കാര്യങ്ങളുടെ ചർച്ചകൾ ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് മെനി പൊളിറ്റിക്കൽ ക്ലബ്സ് കെയിം അപ്പ് വിത്ത് ഡിഫറെന്റ് ഇഷ്യൂസ്. പല ക്ലബുകളും പല പല ഇഷ്യൂസ് ആയിട്ടും മുന്നോട്ട് വന്നു. മോസ്റ്റ് സക്സസ്ഫുൾ ക്ലബ് അറ്റ് ദാറ്റ് ടൈം ഇസ് ജക്കോബിൻ ക്ലബ്. സോ ആൻഡ് ഓൾസോ വുമൻസ് ഫോം പൊളിറ്റിക്കൽ ക്ലബ്സ്. വുമൻസും പൊളിറ്റിക്കൽ ക്ലബുകളും കൊണ്ടുവന്നു. സോ ജക്കോബിൻ മീൻസ് അതിന്റെ ലീഡർ ആയിരുന്നു മാക്സിമിലൻ റോബോസ്ഫിയർ ആയിരുന്നു അതിന്റെ ലീഡർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ ക്ലബ് ഓഫ് പുവർ സെക്ഷൻ ഓഫ് സൊസൈറ്റി. പുവർ ആളുകളുടെ ആയിരുന്നു. ഷൂ മേക്കേഴ്സ്, കുക്സ്, പ്രിന്റേഴ്സ്, സെർവൻസ്, ഡെയിലി വേജസ് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ക്ലബ് ആയിരുന്നു അത്. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ക്ലബ് ഡിസൈഡഡ് ടു വെയർ സിമിലർ കൈൻഡ് ഓഫ് ഡ്രസ്. അതാണ് സ്ട്രൈപ്ഡ് ട്രൗസേഴ്സ് ആയിരുന്നു. നിങ്ങൾക്ക് ആ ഫിഗറിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. സ്ട്രൈപ്ഡ് ട്രൗസേഴ്സ്, അതുപോലെ ടു സെറ്റ് ദംസെൽഫ് ഫ്രം ഫാഷനബിൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി.
ആൻഡ് ഓൾസോ ഒരു റെഡ് ക്യാപ്പ് അവർ ധരിച്ചിരുന്നു. ഇറ്റ് സിംബലൈസസ് ദ സിമ്പിൾ ഓഫ് ലിബർട്ടി. ആൻഡ് വുമൻസ് വർ നോട്ട് അലൗഡ് ടു ഡു സോ. ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും വുമൻസ് അതുപോലെ കൈൻഡ് ഓഫ് സിമിലർ ധരിച്ചിട്ടുണ്ട്. ഇനി ജക്കോബിൻ ക്ലബിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 10th August 1792 ജക്കോബിൻ അറ്റാക്ക് ദ പാലസ് ഓഫ് ട്യൂറിലിസ് and the king and the guards and held king hostage. And National Assembly voted to imprison the royal family. Imprison ചെയ്യാൻ പറഞ്ഞു. Elections were held. All men of above 21 years vote കൊടുത്തു. Then National Assembly was called convention. Elected assembly വിളിച്ചിരുന്നത് കൺവെൻഷൻ എന്നായിരുന്നു. സോ 21st September 1792 കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇലക്റ്റഡ് ആയിട്ടുള്ള അസംബ്ലിയാണ്. അബോളിഷ്ഡ് മൊണാർക്കി. ആ ഒരു അസംബ്ലി മൊണാർക്കി അബോളിഷ് ചെയ്തു ആൻഡ് ഡിക്ലെയർ ഫ്രാൻസ് ടു ബി ഇൻഡിപെൻഡന്റ്. ഫ്രാൻസിനെ ഇൻഡിപെൻഡന്റ് കൺട്രി ആക്കി. ആൻഡ് എ കോർട്ട് സെൻറ്റഡ് ലൂയിസ് 16 ടു ഡെത്ത്. പ്രിസണിലാക്കി ലൂയിസ് 16 കോർട്ട്. ആൻഡ് ഹി വാസ് പബ്ലിക്കലി എക്സിക്യൂട്ടഡ് ഇൻ ടു ഗിലിറ്റൻ. ഗിലിറ്റൻ മീൻസ് എനിക്ക് തോന്നുന്നു തൂക്കുകയറാണെന്ന് തോന്നുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഹിസ് ക്വീൻ മേരി ആന്റോണിറ്റി വാസ് ഓൾസോ ഹങ് ടു ഡെത്ത്. അതെ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റെയിൻ ഓഫ് ടെറർ. ഓക്കെ. സോ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന ടൈം ഇസ് ഫ്രം 1793 ടു 1794. സോ ഈ ഒരു ഇപ്പൊ ഒരു നമ്മുടെ ഒരു ടൈം ലൈൻ പറയാനാണെങ്കിൽ ഇവിടെ നോക്കാം. 1789 ബസ്റ്റേൽ കത്തിച്ചു. പിന്നെ 90 ആയപ്പോഴേക്കും നാഷണൽ അസംബ്ലി ഫോം ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി. 1791 ആയപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയായി. ആൻഡ് 92 നാഷണൽ അസംബ്ലി വാർ ഡിക്ലെയർ ചെയ്തു. ജക്കോബിൻ കെയിം ടു പവർ. ആൻഡ് ആ ഒരു രണ്ട് കാലത്ത് മീൻസ് 1793 94 റെയിൻ ഓഫ് ടെറർ എന്നൊരു പീരീഡ് നടക്കുന്നത്. സോ ജക്കോബിൻ ലീഡർ took charge the France means മാക്സിമിലൻ റോബോസ്ഫിയർ ഫ്രാൻസിന്റെ ലീഡർ ആയിട്ട് വന്നു. സോ ഹി കെയിം അപ്പ് വിത്ത് സ്ട്രിക്ട് പോളിസീസ് ടു സെൽഫ് കൺട്രോൾ ആൻഡ് പണിഷ്മെന്റ്. So anyone who he saw as our enemy were arrested and imprisoned and tried in court. If found guilty, they were beheaded. Means കുറ്റക്കാരനല്ല എന്ന് കണ്ട വിടും, അതല്ല എനിമിയാണെന്ന് കാണുകയാണെങ്കിൽ ഇംപ്രസൺ ചെയ്യും. സോ അതായിരുന്നു അവരുടെ ഒരു നയം. സോ ദ മേജർ ഡിസിഷൻസ് ഓഫ് റോബോസ്ഫിയർ. ഫസ്റ്റ് വൺ ഇസ് മാക്സിമം സീലിംഗ് ഓഫ് വേജസ് ഓൺ പ്രൈസ്. സോ മാക്സിമം ഇത് വേജസും അല്ലെങ്കിൽ പ്രൈസും ഉണ്ടാവും. സോ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മീറ്റ് ആൻഡ് ബ്രെഡ് പെർ പേഴ്സൺ. ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് മീറ്റ് ആൻഡ് ബ്രെഡ് എല്ലാവർക്കും കൊടുക്കണം. സോ ഫാമേഴ്സ് ടു സെൽ ദെയർ ഗ്രെയിൻസ് ഓൺലി ഇൻ ദ സിറ്റി അറ്റ് ദ ഫിക്സഡ് റേറ്റ്. ഗവൺമെന്റ് പറയുന്ന ഫിക്സഡ് റേറ്റിന് മാത്രമാണ് ഫാമേഴ്സിന് സെൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി ഹോൾ വീറ്റ് ഫ്ലവർ പെർമിറ്റഡ്. വൈറ്റ് ഫ്ലവർ മീൻസ് ഹോൾ വീറ്റ് ആയിട്ടുള്ള ഫ്ലവർ മാത്രമാണ് പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. വൈറ്റ് ഫ്ലവർ ബാൻ ചെയ്തേക്കാം. സോ നോ ടൈറ്റിൽസ് ലൈക്ക് സർ, മാഡം അതൊന്നുമില്ല. മെന്നിന് സിറ്റിയോൺ എന്നും വിമന് സിറ്റിയോണെ എന്നുമാണ് ഫ്രഞ്ച് ടേംസ് ആണ്. ഓക്കെ, അത് രണ്ടും അങ്ങനെ മാത്രം അഡ്രസ് ചെയ്താൽ മതി എന്നും ആക്കി. സോ ഇതാണ് മാക്സിമിലൻ റോബോസ്ഫിയർ. സോ വെരി സ്ട്രിക്ട് റൂൾസ് ആയിരുന്നു. ആൻഡ് ഹി വാസ് കൺവിക്റ്റഡ് ബൈ ദ കോർട്ട് ഇൻ July 1794. ഹി വാസ് ഓൾസോ കിൽഡ് ഇൻ ഗിലിറ്റൻ, ലെഡ് ടു ഫോൾ ദ ജക്കോബിൻ ഗവൺമെന്റ്. സോ അതായിരുന്നു റോബോസ്ഫിയറിന്റെ മരണത്തിന് ശേഷം ജക്കോബിൻ ക്ലബ്ബ് തകർന്നു, അല്ലെങ്കിൽ ജക്കോബിൻ പവർ തകർന്നു. സോ ദ ഫ്രാൻസ് ഡിക്റ്റേറ്ററി റൂൾ. So after the death of Robespierre, rich men of the National Assembly grabbed the power. ആ ഒരു പവർ അവർ അങ്ങോട്ട് എടുത്തു. സോ നാഷണൽ അസംബ്ലി ഫോംഡ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. വീണ്ടും ഒരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. അതിൽ റൈറ്റ് ടു വോട്ട് വാസ് ടേക്കൻ ബാക്ക് ടു പുവർ പീപ്പിൾ who did not have any property, and introduced two elected legislative council. രണ്ട് elected legislative council എടുത്തു, ഒരു ഡയറക്ടർ എടുത്തു. ആ ഒരു ഡയറക്ടറിയിൽ 5 മെമ്പേഴ്സ് ഉണ്ടായി. സോ ഡയറക്ടറുടെ റൂൾ ഇതായിരുന്നു, പവർ ഷുഡ് നോട്ട് ബി കോൺസെൻട്രേറ്റഡ് ഇൻ വൺ പേഴ്സൺ. ഒരാളിൽ മാത്രം നിൽക്കരുത്. ബട്ട് ദിസ് സിറ്റുവേഷൻ റിമൈൻ അൺഹാപ്പി. എന്തുകൊണ്ടായിരിക്കും? മെമ്പേഴ്സ് ഓഫ് ഡയറക്ടറി ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കീപ് ഫൈറ്റിംഗ് ഈച്ച് അതർ. അവർ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ ടൈമിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് കിങ് ആയിട്ട് വരുന്നത്, ഫ്രാൻസിന്റെ കിങ് ആയിട്ട് വരുന്നത്. Okay, so the three greatest ideals of French Revolution are liberty, equality, and fraternity. So liberty means എല്ലാവർക്കും freedom, so there is no kind of restrictions. അതുപോലെ equality എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും equal ആണ്, there is no discrimination. Fraternity means all citizens should have the feeling of brotherhood. സഹോദരങ്ങളാണ് എന്നുള്ളൊരു ഫീലിംഗ്. And care for others' family like their own family.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇത്രയും ഒരു ടോപ്പിക്കാണ് റെയിൻ ഓഫ് ടെറർ വരെയുള്ള ടോപ്പിക്സ് കവർ ചെയ്തു. ഈ ഒരു ടോപ്പിക്സ് വെച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ലെസന്റെ എൻ്റയർ ഔട്ട്ലൈനും കിട്ടും. നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങളുടെ നോട്ട്സ് അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ലെസന്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇനി നമ്മൾക്ക് പറയുന്നത് വിമൻ, ഹൗ ഡിഡ് ദ വിമൻ ടേക്ക് ദ റെവല്യൂഷൻ, അതുപോലെ തന്നെ അബോളിഷിംഗ് സ്ലേവറി, റെവല്യൂഷൻ ദ എവറിഡേ ലൈഫ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് വുമന്റെ റെവല്യൂഷൻ എങ്ങനെയായിരുന്നു. ഡിഡ് ദ വുമൻ ഹാവ് എ റെവല്യൂഷൻ? സോ വിമൻ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ആക്റ്റീവ്ലി ഇൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അവര് ധാരാളം ജോബ്സ് ചെയ്തു. മെയ്ഡ്സ്, സെല്ലിംഗ് ഫ്ലവേഴ്സ്, സെല്ലിംഗ് വെജിറ്റബിൾസ്, ലൗണ്ടേഴ്സ്, മീൻസ് തുണികൾ കഴുകി കൊടുക്കുന്നത്. സോ വുമൻ ഹാഡ് നോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് ഡോട്ടേഴ്സ് ഓഫ് നോബൽസ് ആൻഡ് റിച്ച് പീപ്പിൾ ആയിരുന്നു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻ ഉണ്ടായിരുന്നത്. In spite of working a low paid job, women have to work all time at home. വീട്ടിലും ധാരാളം പണികൾ എടുക്കണമായിരുന്നു. ടു വോയിസ് ദെയർ ഒപ്പീനിയൻ, വുമൻ സ്റ്റാർട്ടഡ് പൊളിറ്റിക്കൽ ക്ലബ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജക്കോബിൻ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വുമൻസ് ക്ലബ്ബുകളും സ്റ്റാർട്ട് ചെയ്തു. സോ വുമന്റെ ഡിമാൻഡ് ഇതൊക്കെയായിരുന്നു. സെയിം പൊളിറ്റിക്കൽ റൈറ്റ് ആസ് മെൻ, റൈറ്റ് ടു വോട്ട് വേണം, റൈറ്റ് ടു എലക്റ്റഡ് ഇൻ ദ അസംബ്ലി, റൈറ്റ് ടു ഹോൾഡ് പൊളിറ്റിക്കൽ ഓഫീസ്. സോ ഫ്രഞ്ച് വുമൻ were disappointed by the French constitution. 1791 കോൺസ്റ്റിറ്റ്യൂഷൻ ഇവരെ ഡിസപ്പോയിന്റ് ചെയ്യിച്ചു. കാരണം ഈ പറയുന്ന ഒരു കാര്യവും ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. സോ ദ റൈറ്റ് ഗിവൻ ടു വുമൻ, എന്തൊക്കെയായിരുന്നു കൊടുത്ത റൈറ്റ്സ്? സ്കൂളിംഗ് വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ഗേൾസ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും കമ്പൽസറി സ്കൂളിംഗ് കൊടുത്തു. ഫാദേഴ്സ് ഡിഡ് നോട്ട് ഫോഴ്സ് ദെയർ ഗേൾ ടു ഗെറ്റ് മാരീഡ് ആയാലും ഫോഴ്സ് ചെയ്യരുത്. വുമൻസ് വർ രജിസ്റ്റേർഡ് ആൻഡ് വുമൻസ് ഹാസ് ടു റൈറ്റ് ടു മാരി. വുമൻസിന് മാരി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മീൻസ് ഡിവോഴ്സ് ഇസ് മെയ്ഡ് ലീഗൽ. വുമൻ ഹു കുഡ് ഓൾസോ അപ്ലൈ ഫോർ, ലീഗൽ ആയിട്ടാണ് ഡിവോഴ്സ് നടക്കുന്നത്, അവർക്ക് അപ്ലൈ ചെയ്യാം. വുമൻസ് കുഡ് ട്രെയിൻ ഫോർ ജോബ്സ്, റൺ സ്മോൾ ബിസിനസ്. അവർക്ക് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയും അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്സുകൾ റൺ ചെയ്യുകയും ചെയ്യാം. സോ റെയിൻ ഓഫ് ടെററിൽ വുമൻ പൊളിറ്റിക്കൽ ക്ലബ്സ് വർ ബാൻ ചെയ്തിരിക്കുകയായിരുന്നു ആ ടൈമില്. വിമൻ കുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആൻഡ് വുമൻസ് വർ ഓൾസോ അറസ്റ്റഡ് ആൻഡ് കിൽഡ് ഡ്യൂ ടു അവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് കാരണം. സോ അവരുടെ ഇമ്പാക്ട് എന്താന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വുമൻ സ്ട്രഗിൾ ഫോർ അറൌണ്ട് കുറെ വർഷങ്ങളോളം, ഇത്രയും വർഷങ്ങളോളം ട്രൈ ചെയ്തു. ആൻഡ് ദ ഫ്രഞ്ച് വുമൻ മോട്ടിവേറ്റ് അതർ വുമൻ ഇൻ ദ വേൾഡ്. ബാക്കി ലോകത്തിലുള്ള എല്ലാ വിമൻസിനെയും മോട്ടിവേറ്റ് ചെയ്തത് അവരാണ്. കാരണം ഫൈനലി ഫ്രഞ്ച് വുമൻ ഗോട്ട് ദ റൈറ്റ് ടു വോട്ട്. 1946 അവർക്ക് റൈറ്റ് ടു വോട്ട് കിട്ടി. ഇനി അബോളിഷിംഗ് ഓഫ് സ്ലേവറി, എങ്ങനെയാണ് സ്ലേവറി അബോളിഷ് ചെയ്തത്? സോ ദ മെയിൻ 3 ഫ്രഞ്ച് കോളനീസ് ഇൻ ദ സൈബീരിയൻ സീ ഇസ് മാർട്ടിങ്കോ, ഗോൾഡെപ്പോ, സാൻ ഡൊമിംഗോ. സോ അതാണ് നമ്മുടെ ഈ ഒരു മാപ്പിൽ കാണാൻ പറ്റുന്നതാണ് അത് മൂന്നും. സോ കമ്മോഡിറ്റീസ് ഒബ്റ്റെയിൻ ഫ്രം ദീസ് കൺട്രീസ് ഷുഗർ കെയിൻ, കോഫി, ഇൻഡിഗോ, ടൊബാക്കോ. സോ യൂറോപ്യൻ വർക്കേഴ്സ് എന്തായിരുന്നു? ആർ അൺവില്ലിംഗ് ടു ഗോ ടു ഐലൻഡുകളിലും പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ അൺവില്ലിംഗ് ആയിരുന്നു. ആസ് എ റിസൾട്ട് ഷോർട്ടേജ് ഓഫ് ലേബേഴ്സ് വന്നു. സോ ഇവർക്ക് ബാക്കിയുള്ള യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്കയിൽ നിന്ന് അടിമകളായിട്ടുള്ളവരെ പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടി വന്നു. സ്ലേവ് ട്രേഡ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദ അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് മീൻസ് എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്? സോ നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സിനെ എടുക്കും, അതിനുശേഷം അമേരിക്കയിൽ പോവും, അവിടെ വെസ്റ്റ് ഇൻഡീസ്, അവിടെ മീൻസ് റോ മെറ്റീരിയൽസ് എടുക്കും അവിടെ നിന്ന്. ആൻഡ് യൂറോപ്പിൽ ആയിരിക്കും അതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. സ്ലേവ് ട്രേഡ് അല്ലെങ്കിൽ സ്ലേവ് ട്രാൻസ്പോർട്ട്, സ്ലേവ് പർച്ചേസ് എന്നുള്ള രീതിക്കൊക്കെ അത് പറയാം. ഓക്കെ, ഇനി സ്ലേവ് ട്രേഡ് സ്റ്റാർട്ടഡ് ഇൻ 17th സെഞ്ചുറിയിലാണ് സ്ലേവ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രഞ്ച് മെർച്ചന്റ് ഹു ട്രാവൽ ടു ആഫ്രിക്ക ടു ബൈ ദ സ്ലേവ്. സോ സ്ലേവുകൾ കൊണ്ടുവരുന്നു. സ്ലേവ് ബോട്ട് ബ്രാൻഡ് ഷേപ്പ് പാക്ഡ്, അവരെ ടൈറ്റ് ആയിട്ട് ഷിപ്പിൽ പാക്ക് ചെയ്തിട്ടാണ് സെൻഡ് ഫ്രം ആഫ്രിക്ക ടു കരീബിയൻ ഐലൻഡ്സ്. സോ സ്ലേവ്സ് വാസ് സോൾഡ് ഓഫ് ടു പ്ലാന്റേഷൻ ഓണേഴ്സ്. അതിനുശേഷം പ്ലാന്റേഷൻ ഓണേഴ്സിനും കൊടുക്കും ഇൻ അമേരിക്ക ആൻഡ് നിയർ കരീബിയൻ ഐലൻഡ്സ്. ആൻഡ് ഫ്രഞ്ച് പോർട്ട് സിറ്റീസ് ലൈക്ക് ബോർഡെക്സ് ആൻഡ് നാൻറ്റി, അത് എപ്പോഴും 1 മാർക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഫ്രഞ്ച് പോർട്ട്സ് ഏതൊക്കെയാണ്? ബോർഡെക്സ് ആൻഡ് നാൻറ്റിസ് ഫ്ലറിഷ് ഡ്യൂ ടു ദ, അവിടെ പുരോഗതി ഉണ്ടായിരുന്നു ഡ്യൂ ടു ദ സ്ലേവ് ട്രേഡ്. ഓക്കെ, സോ ഇതൊക്കെ സ്ലേവ്സ് ആഫ്രിക്കയിൽ നിന്ന് കെട്ടി വലിച്ചു കൊണ്ടിരുന്ന സ്ലേവ്സിന്റെ പിക്ചേഴ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, സോ 1794 കൺവെൻഷൻ, നമ്മുടെ ഇലക്ടഡ് അസംബ്ലി സ്ലേവറി ബാൻ ചെയ്തു. സോ 1804 നെപ്പോളിയൻ അത് റീസ്റ്റാർട്ട് ചെയ്തു. ആൻഡ് 1848 വീണ്ടും സ്ലേവറി അബോളിഷ് ചെയ്തു. ഓക്കെ, ഇനി റെവല്യൂഷൻ എവറി ഡേ. സോ 1789 അബോളിഷ് ഓഫ് സെൻസർഷിപ്പ് മീൻസ് ലോ.
In the old regime, everything needed to approval by the king, books, newspaper, plays. After revolution, freedom of speech and expression was natural right. ആദ്യമൊക്കെ ഒരു കാര്യം പറയണമെങ്കിൽ കിങ് അതുപോലെ എല്ലാത്തിന്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണം. ബട്ട് അതിനുശേഷം ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. പ്ലേസ്, സോങ്സ്, ഫെസ്റ്റീവ് processions attracted a large number of people. People would discuss and describe event to others. ഓരോരുത്തർക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. So ഇതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് 1804. Napoleon crowned himself as the king of France and conquered the neighboring kingdoms and placed his family members there. And he introduced many rules, that is the protection of private property, and second one is uniform system of weight and measures. And he has been seen someone who bring freedom. Napoleon was finally defeated in 1850. Okay, the idea of liberty and modern law has a great impact on Europe after he died. അപ്പോൾ അതിന് ശേഷമാണ് ലിബർട്ടിയും മോഡേൺ ലോസിന്റെ ഇമ്പാക്ട് യൂറോപ്പിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണശേഷം. ഇനി ഗ്ലോബൽ ഇമ്പാക്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്തായിരുന്നു? ഗ്ലോബൽ ഇമ്പാക്ട് ഫ്യൂഡൽ സിസ്റ്റം അബോളിഷ് ചെയ്തു. എൻറ്റയർ യൂറോപ്പില് ഇങ്ങനെ ഓരോ തട്ടുകളിലായിട്ടുള്ള സിസ്റ്റം അത് അബോളിഷ് ചെയ്തു. ആൻഡ് ടിപ്പു സുൽത്താൻ ആൻഡ് രാജ റാം മോഹൻ റോയ് അവരൊക്കെ ഇന്ത്യയിലും ഈ ഒരു കൈൻഡ് ഓഫ് ഐഡിയോളജീസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യൻസിന്റെ ലൈഫും ഇമ്പ്രൂവ് ആവാൻ ശ്രമിച്ചു. ആൻഡ് കോളനൈസ് പീപ്പിൾ റീസ്റ്റാർട്ടഡ് ദെയർ സ്ട്രഗിൾസ് വിത്ത് എ ന്യൂ ഫോഴ്സ്. മീൻസ് കോളനൈസ് ആയിട്ടുള്ള പീപ്പിൾ എങ്ങനെ റിബൽ ചെയ്യണം, എങ്ങനെ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് സ്ട്രഗിൾ ചെയ്ത് ന്യൂ ലോസും കാര്യങ്ങളും കൊണ്ടുവരാം എന്ന് പഠിച്ചു. സോ നമ്മുടെ എൻറ്റയർ ലെസൺ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ലെസന്റെ കംപ്ലീറ്റ് ഔട്ട്ലൈൻ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ പോയിന്റ്സ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത് ബേസ്ഡ് ഓൺ യുവർ നോളജ് ആണ്. സോ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചെങ്കിൽ മാത്രമാണ് കുറച്ചും കൂടി പോയിന്റ്സ് കിട്ടത്തുള്ളൂ. സോ ഓരോ ടോപ്പിക്ക് റെഗുലർ ആയിട്ട് വായിക്കുക ആൻഡ് പ്രിപ്പയർ ഫോർ എക്സാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സീരീസ് ഓഫ് വീഡിയോ അബൌട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണ്ടി മാത്രമായിട്ട് വെക്കാം ഇഫ് നീഡഡ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു.